ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ളുണ്ട ഉണ്ടാക്കാം. എള്ളുണ്ട നമുക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാക്കാം, ഹാർഡായിട്ടുണ്ടാക്കാം. ഞാനിന്നിവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാനിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. എള്ളിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ മുടി കൊഴിച്ചിലിനും പിന്നെ ബ്ലഡ് വെക്കാനും ഒക്കെ എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ നമുക്ക് എള്ള് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനൊരു 2-3 ടൈംസ് കഴുകി അത് നമ്മൾ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി വറുക്കാം. ഞാനിവിടെ വറുത്തപ്പോൾ കുറച്ച് കൂടുതൽ വറുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് തൊലി കളയണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബദാമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എള്ള് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. പിന്നെ അല്പം തേങ്ങ ചിരങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ തൊലി കളഞ്ഞ കപ്പലണ്ടി ബദാമും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് എള്ളും തേങ്ങയും കൂടെ നമ്മൾ നേരത്തെ ജസ്റ്റ് ചൂടാക്കി വെച്ചത് അതും അടിച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി പൊടിച്ചത് കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതും എള്ളും കൂടെ നന്നായിട്ട് മിക്സായി വരണം. നന്നായിട്ട് ഇളക്കി അത് എല്ലാം കൂടി ഒന്ന് യോജിച്ചെടുക്കുക. നന്നായിട്ട് മിക്സായി നമുക്ക് ഉറപ്പായാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര ലായനി ഒഴിക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ചെറിയ ബോൾസാക്കി എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.